ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം വിഷയത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറച്ച നിലപാട് ആവർത്തിച്ച് സ്റ്റീവ് വിറ്റ്കോഫ്. അതായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏതൊരു കരാറിലും യുറേനിയം സമ്പുഷ്ടീകരണം വ്യക്തമായി നിരോധിക്കണമെന്നാണ് US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് വ്യക്തമാക്കുന്നത്. അതേസമയം ടെഹ്റാനിൽ നിന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് കടുത്ത രീതിയിലുള്ള വിമർശനമാണ് നേരിടേണ്ടി വരുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ഏതെങ്കിലും കരാറിലെത്താൻ ഇരുപക്ഷവും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇറാൻ പറയുന്നത്. US-ന് വളരെ വ്യക്തമായൊരു റെഡ് ലൈൻ ഉണ്ടെന്നും ആ റെഡ് ലൈൻ സമ്പുഷ്ടീകരണമാണ്. സമ്പുഷ്ടീകരണ ശേഷിയുടെ 1% പോലും അനുവദിക്കാൻ കഴിയില്ല എന്ന് ABC-യുടെ ദിസ് വീക്കിന് നൽകിയ അഭിമുഖത്തിലാണ് വിറ്റ്കോഫ് വ്യക്തമാക്കിയത്. ട്രംപ് ഭരണകൂടത്തിന്റെ ഏതൊരു ഇടപാടിനുമുള്ള അടിസ്ഥാനം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തുന്നതിലൂടെയാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത് ആയുധവൽക്കരണത്തിനെ പ്രാപ്തമാക്കുന്നു എന്നും ഒരു ബോംബ് ഇവിടെ വരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും വിറ്റ്കോഫ് കൂട്ടിച്ചേർത്തു. എന്തായാലും ഇറാൻ വിറ്റ്കോഫിന്റെ ഈ പ്രസ്താവനകളോട് രൂക്ഷമായി തന്നെ പ്രതികരിക്കുകയാണ്. ഈ പ്രസ്താവനകൾ ഒക്കെയും ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള പുതുക്കിയ നയതന്ത്ര ശ്രമങ്ങൾ നേരിടുന്ന വെല്ലുവിളികളാണെന്ന് സൂചിപ്പിക്കുന്നു. ഒപ്പം ടെഹ്റാനിൽ നിന്നുള്ള പ്രതികരണം വളരെ വേഗത്തിലായിരുന്നു. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രതീക്ഷകൾ ചർച്ചകൾ നിർത്തുമെന്നും ഇറാനിലെ സമ്പുഷ്ടീകരണം തടയാൻ കഴിയുന്ന ഒന്നല്ല എന്നും ഇറാന്റെ സെമി ഒഫീഷ്യൽ തസ്നീം വാർത്താ ഏജൻസി ഞായറാഴ്ച ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖിയെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അറഖി പറയുന്നത് ഏത് സാഹചര്യത്തിലും സമ്പുഷ്ടീകരണം തുടരുമെന്നാണ്. ഇനി ചർച്ചകളെക്കുറിച്ച് തനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും ഈ ആഴ്ച യൂറോപ്പിൽ കക്ഷികൾ വീണ്ടും ചർച്ചകൾ നടത്തുമെന്ന് കരുതുന്നതായും വിറ്റ്കോഫ് പറയുന്നു. അത് യഥാർത്ഥ പോസിറ്റിവിറ്റിയിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് വിറ്റ്കോഫ് പറയുന്നു. അടുത്ത റൗണ്ട് ചർച്ചകളുടെ തീയതിയും സ്ഥലവും ഉടൻ പ്രഖ്യാപിക്കുമെന്ന് അറഖിയും പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് വിറ്റ്കോഫിന്റെ വാക്കുകൾ. ഇറാനുമായി ഒരു ആണവ കരാർ ഉറപ്പിക്കുന്നതിന് അമേരിക്ക വളരെ അടുത്തിരിക്കുകയാണെന്ന് അടുത്തിടെ ട്രംപ് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇറാൻ വേഗത്തിൽ ഒരു തീരുമാനത്തിൽ എത്തണമെന്നും ട്രംപ് പിന്നാലെ പറഞ്ഞു. ഇറാൻ ഒരു നിർദ്ദേശമുണ്ട് എന്നും അതിലും പ്രധാനമായി ഇറാൻ വേഗത്തിൽ നീങ്ങണമെന്ന് അവർക്കറിയാമെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായി തന്നെ സംഭവിക്കുമെന്നും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് പുറപ്പെട്ട ശേഷം എയർഫോഴ്സ് വണ്ണിൽ ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അതേസമയം ടെഹ്റാൻ ഒരു US നിർദ്ദേശവും സ്വീകരിച്ചിട്ടില്ലെന്ന് അറഖി സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി. പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യ കാലയളവിൽ ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായി ഇറാനും ലോകശക്തികളും തമ്മിലുള്ള 2015 കരാറിൽ നിന്ന് ട്രംപ് അമേരിക്കയെ പിൻവലിക്കുകയാണുണ്ടായത്. ഒപ്പം ട്രംപ് വീണ്ടും അമേരിക്കൻ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു.